നിങ്ങൾ എല്ലാ ജഡ്ജസിന്റെ ഫ്രണ്ടിലും 2 ബോക്സ് ഇരിക്കുന്നത് കണ്ടോ? ആ 2 ബോക്സുകൾക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. പക്ഷെ ആ കഥയൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. നീ എങ്ങാനും വാ തുറന്ന കേക്കട്ടെ. MALLU ആദ്യത്തെ ജഡ്ജ് ആരാണെന്നുള്ളത് ഞാൻ വീഡിയോ ശരിക്കുണ്ടല്ലോ അപ്പൂപ്പന് ഈ ആദ്യത്തെ ജഡ്ജ് താങ്ക്സ് പറയണം. അപ്പൂപ്പന്റെ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ അതാരാന്ന് എനിക്കറിയില്ല. ആ ജഡ്ജ് ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പൂപ്പൻ എന്റെ താങ്ക്സ്. അയ്യോ കൈ പിടിച്ചോടിക്കുന്നേ ഇതുകൊണ്ടനായിരുന്നു അത് നമ്മുടെ ആദ്യത്തെ ക്യാപ്റ്റൻ. ആ രംഗത്തിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വിധുവണ്ണ? ഒന്നും പറയാനില്ല. റീമി പറഞ്ഞല്ല അപ്പൂപ്പന്റെ താങ്ക്സ്. എന്റെ മാനം കപ്പല് കയറ്റാത്തതിന് അപ്പൂപ്പന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പയ്യൻ തകർത്തല്ലോ. എന്റെ അപ്പൂപ്പനെ പറഞ്ഞോണ്ടല്ലോ. അങ്ങനെയല്ല, ഞാൻ പറയൂടാ, അത് നീ പറയണ്ട. അപ്പൂപ്പനെ പറ്റി നല്ലത് പറയാല്ലോ. അത് പറയാം. എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആടി ഇങ്ങനെ റീമിയെ നോക്കി. റീമിയുടെ മുഖം അതുപോലെ. ഞാന് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആദ്യം എനിക്ക് തോന്നിയതായിരിക്കും. എന്നിട്ട് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. രണ്ടാമത് ഇവർ ഇതിട്ടപ്പോ വീണ്ടും അവളുടെ മുഖത്ത് അതേ എക്സ്പ്രഷൻ. ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്ന റീമി ആ സമയപ്പോ അതെ ഞാനെന്നല്ല എല്ലാവരും. സിത്തുവിനെ പിന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവൾ എപ്പോഴും ഇങ്ങനെ സാധാരണ മനിപ്പാട് ഒരു പ്രാവശ്യം ഇങ്ങനെ കുഴഞ്ഞു പാട്. ഓക്കെ, കുഴഞ്ഞ മോഡുലേഷൻ എന്ന് പറയണോ? കുഴഞ്ഞു പാടാ. വലിയ പാട്ടുകാരിയാ. അലവലാതി ഷാജി. അലവലാതി ഷാജി. നിന്ന അതാണ് ഷാജി മോൾ എന്ന് പറയുന്നത്. അടിയിൽ എഴുതി വെക്കണം കാണാനില്ല. മുത്തുക്കൾ ചിരിക്കും നിലത്തിൽ വിത്തിക്കും നിനപ്പൈ വിതൈ. ആരാ? എല്ലാരും കൂടെ ഒരുമിച്ച് പറയാൻ പറഞ്ഞപ്പോ അതിഥി നമ്മുടെ സ്വന്തം റെമോ. ഇഷ്ടപ്പെടാത്ത നിന്റെ അഭിനയം മാത്രമല്ല അതെല്ലാരും പറഞ്ഞത്. അമ്മയുടെ ലിപ്സ്റ്റിക് തന്നെ എടുത്ത് വാരി തേച്ചിട്ട് പോയി ഫോട്ടോ എടുക്കണം നിർബന്ധം പിടിച്ചിട്ട് അച്ഛൻ എന്നെ കൊണ്ടുപോയി എടുപ്പിച്ച ഫോട്ടോ. അത് വാരി തേച്ചായിട്ട് തോന്നില്ല, തിന്നതായിട്ട് തോന്നുന്നു. കുഞ്ഞഞ്ചിത്തെ പറ്റി പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായമാണ്. ഈ കാണുന്ന കുട്ടിയേ അല്ല, പിന്നെ വേറൊരു രൂപമുണ്ട്, താടകടക്ക രൂപം. രൂപമൊക്കെ അതിപ്പോ ഇപ്പൊ പാടുമാളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്ന് പാടുന്ന കാണാം. വീട്ടിലൊക്കെ പാടുമാളൂ. ഞാൻ പറഞ്ഞല്ലേ പാടുന്ന കേട്ടോ. നല്ല ഇപ്രാവശ്യം നമ്മുടെ പ്രോഗ്രാം ഭയങ്കര വൻപിച്ച് ഹിറ്റ് ആവുന്ന ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. സ്ക്രീനൊക്കെ വലുതായി, ആൻസേഴ്സ് വന്നു. അപ്പത്തേ വിധുവിന്റെ കണ്ണൊന്നും കൂടെ തള്ളി. ഉറങ്ങി കിടന്നിരുന്ന കാപ്പി കുടിച്ചിട്ട് പോലും ഞാൻ എന്റെ വീട് കൊട്ടാരക്കര. എന്താ അവിടെ പണ്ട് ചായ നടത്തിയിട്ടുണ്ട്. നീ ഒരുപാട് സംസാരിക്കാണ്ട് സൈക്കിൾ ചവിട്ടിയാ മതി കേട്ടോ. അയ്യോ, സിനിമ ഡയലോഗിന് ഈ രണ്ടെണ്ണത്തിനെ വെട്ടിക്കാനില്ലല്ലോ. അത് ലാസ്റ്റ് തിലകൻ സാറിന്റെ ഇതുണ്ട്. അപ്പൊ ശ്രീനിവാസൻ സാറിന് ചിരിയുണ്ട്. തിലകൻ സാർ